നമസ്കാരം. വേൾഡ് എക്കണോമിക് ഫോറം 2021 റിലീസ് ചെയ്ത ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 156 രാജ്യങ്ങളിൽ 140-ാമതായാണ് ഇന്ത്യയുടെ സ്ഥാനം. എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി, എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ്, ഹെൽത്ത് ആൻഡ് സർവൈവൽ, പൊളിറ്റിക്കൽ എംപവർമെന്റ് എന്നീ 4 കാറ്റഗറീസിനെ അടിസ്ഥാനമാക്കിയാണ് റാങ്കിംഗ് നൽകിയിട്ടുള്ളത്. ഇതിൽ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി, ഹെൽത്ത് ആൻഡ് സർവൈവൽ എന്നീ വിഭാഗങ്ങളിൽ അവസാനത്തെ 5 രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം. 2019 108-ാമതായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. 2020 അത് 112-ആയി. 2021 ആയപ്പോഴേക്കും 28 സ്ഥാനങ്ങൾ പിറകോട്ട് വന്ന് 140-ാമത്തെ സ്ഥാനമായി ഇന്ത്യ. ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ലിസ്റ്റിൽ അവസാനമാവാൻ ഇനി അധിക സമയമൊന്നും വേണ്ട. Let's accept that India is not a gender equal country. Let's talk about this and let's discuss about this and let's find solutions for this. When we look for solutions, we look always for the best. കഴിഞ്ഞ 12 വർഷങ്ങളായി വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് തുടരുന്ന രാജ്യമാണ് ഐസ്ലൻഡ്. നോർത്ത് അറ്റ്ലാന്റിക്കിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നോർഡിക് ഐലൻഡ് നേഷൻ. The best country in the world to be born as a woman. The Icelandic women's participation in the labor market is the highest in the world. 1975-ൽ പാർലമെന്റിന്റെ 5% മാത്രം സ്ത്രീകൾ എന്ന നിലയിൽ നിന്നും 2016-ൽ പാർലമെന്റിന്റെ 48% സ്ത്രീകൾ എന്ന നിലയിലേക്ക് ഐസ്ലൻഡിന് ഉയരാൻ സാധിച്ചു. എങ്ങനെയാണ് ഈ മാറ്റമുണ്ടായത്? It all started with the women's strike on 24th October 1975. ഐസ്ലൻഡിൽ ഈ സമരം അറിയപ്പെടുന്നത് വിമൻസ് ഡേ ഓഫ് എന്നാണ്. ഐസ്ലൻഡിലെ 90% സ്ത്രീകളും ജോലികൾക്ക് പോവാതെയും വീട്ടുജോലികൾ ചെയ്യാതെയും ഈ സമരത്തിൽ പങ്കാളികളായി. They all gathered and rallied in the capital Reykjavik, bringing traffic to a standstill. റെഡ് സ്റ്റോക്കിംഗ് എന്ന ഫെമിനിസ്റ്റ് സംഘടനയുടെ നേതൃത്വത്തിൽ മറ്റു നിരവധി വിമൻസ് റൈറ്റ്സ് ഓർഗനൈസേഷൻസിന്റെ ശക്തമായ പങ്കാളിത്തത്തിലാണ് ഈ സമരം അരങ്ങേറിയത്. ജോലികൾക്ക് പോവാതെയും വേതനമില്ലാത്ത വീട്ടുജോലികൾ ചെയ്യാൻ നിരസിച്ചും സമൂഹത്തിലും സാമ്പത്തിക മേഖലയിലും തങ്ങൾ വഹിക്കുന്ന പങ്കിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുവാൻ ഈ സമരം മുഖേന അവർക്ക് സാധിച്ചു. ഐസ്ലൻഡിന്റെ സമ്പദ് വ്യവസ്ഥയെ സ്തംഭിപ്പിക്കാൻ ഈ സമരത്തിന് സാധിച്ചു. ബിസിനസ്സുകളും ഫാക്ടറികളും ഗവൺമെന്റ് ഓഫീസുകളും സ്കൂളുകളും നഴ്സറികളും അടച്ചിടേണ്ടി വന്നു. ലീവിംഗ് മെനി ഫാദേഴ്സ് വിത്ത് നോ ചോയ്സ് ബട്ട് ടു ടേക്ക് their children to work. അടുത്ത ദിവസത്തെ ലോക്കൽ പത്രങ്ങളിൽ ആദ്യമായി വീട്ടുജോലികൾ ചെയ്യേണ്ടി വന്ന പുരുഷന്മാരുടെയും ജോലിക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നവരുടെയും ഭക്ഷണം പാകം ചെയ്യേണ്ടി വന്നവരുടെയും കഥകൾ വന്നു. Sausages, easy to cook and popular with children, were in such demand the shop sold out. 1915-ലാണ് ഐസ്ലൻഡിലെ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിക്കുന്നത്. പക്ഷെ 1975 വരെയുള്ള 60 വർഷങ്ങളിൽ 9 സ്ത്രീകൾ മാത്രമാണ് പാർലമെന്റിലെത്തിയത്. 1975-ൽ 3 സിറ്റിംഗ് ഫീമെയിൽ MPs ആയിരുന്നു പാർലമെന്റിൽ ഉണ്ടായിരുന്നത്, അഥവാ പാർലമെന്റിന്റെ 5% മാത്രം. This was a major source of frustration. സമരത്തിന് പൊതുജന കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. ഒരു വർഷത്തിനിപ്പുറം 1976-ൽ ഐസ്ലൻഡിൽ ജെൻഡർ ഇക്വാലിറ്റി കൗൺസിൽ രൂപീകൃതമായി. ഐസ്ലൻഡ് ജെൻഡർ ഇക്വാലിറ്റി ആക്ട് പാസാക്കി. And the country adopted an official gender policy. 5 വർഷങ്ങൾക്കിപ്പുറം 1980-ൽ ഐസ്ലൻഡ് became the first nation to democratically elect a female president, Vigdis Finnbogadottir. തിരഞ്ഞെടുപ്പിൽ 3 പുരുഷ സ്ഥാനാർത്ഥികളെ മറികടന്ന് പ്രസിഡൻസി പദവിയിലെത്തിയ വിഗ്ഡിസ് യൂറോപ്പിന്റെ ആദ്യത്തെ ഫീമെയിൽ പ്രസിഡന്റായി. And first woman in the world to be democratically elected as a head of a state. She became so popular that she was re-elected unopposed in 2 of the 3 next elections. 1980 മുതൽ
$1996 വരെ വിഗ്ഡിസ് ഐസ്ലൻഡിന്റെ പ്രസിഡന്റായി തുടർന്നു. In Vigdis's own words, there is a very sweet story about a little boy in Iceland who saw Ronald Reagan as the president of the United States on television and said, "Mommy, mommy, can a man be a president?" That was the moment when children had really accepted that it was natural to have a woman as a president. Gender equality തനിയെ ഉണ്ടാവുന്നതല്ല. It requires collective action, solidarity among women human rights defenders, political will, and tools such as legislation, gender budgeting, and quotas. Quoting Bal Gangadhar Tilak, although he said this on a totally different context, we will not see our labor succeeding if we croak like frogs once in a year. Thank you.